കൽപ്പറ്റയിൽ നിന്നുള്ള വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, അവിടെ പ്രതിഷേധം അവസാനിപ്പിച്ചോ പ്രവർത്തകർ? ഈ പലയിടത്തും നേരിയ തോതിൽ സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് കൽപ്പറ്റയിലെ സാഹചര്യം? തുടരുകയാണ്. കൽപ്പറ്റയിൽ മാത്രമല്ല, മാനന്തവാടിയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. മാനന്തവാടിയിൽ റോഡ് ഉപരോധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തത്. കൽപ്പറ്റയിൽ പ്രകടനവുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. സംസ്ഥാന ഭാരവാഹിയുടെ ജഷീർ പള്ളിവയൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവരെല്ലാം തന്നെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നിയോജകമണ്ഡലം തലത്തിലെ നേതാക്കളെല്ലാം തന്നെ ഡെൻഡോ ജോസ് അടക്കമുള്ള നേതാക്കളടക്കം ഈ പ്രകടനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇവരുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഷാഫിക്ക് പറമ്പലിനെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം വിവിധ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ പ്രധാനമായും കൽപ്പറ്റയിലും മാനന്തവാടിയിലുമാണ് ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങളായി നടന്നിട്ടുള്ളത്. മാനന്തവാടിയിൽ പ്രധാനപ്പെട്ട ജംഗ്ഷൻ ഉപരോധിക്കുന്ന തരത്തിലേക്കാണ് പ്രവർത്തകർ മാറിയത്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രവർത്തകർ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. കൽപ്പറ്റ നഗരത്തിൽ ചെമ്മണ്ണൂർ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡ്, ഒപ്പം തന്നെ പഴയ ബസ് സ്റ്റാൻഡ് മേഖലയിലാണ് പ്രകടനം നടന്നിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾ തുടരുന്നൊരവസ്ഥയാണ് വയനാട്ടിലുമുള്ളത്. വിജയകുമാർ. യെസ്, വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് സുർജിത്ത് അയ്യപ്പത്ത് പങ്കുവച്ചത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും പല ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിൽ പോലീസ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ചിലയിടത്ത് സംഘർഷങ്ങളിൽ കലാശിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ മുഖ്യമന്ത്രി അവിടെ രാമനിലയത്തിൽ ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ വലിയ സുരക്ഷ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.